ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മളങ്ങനെ പത്നി ടോപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഡേ നമ്പർ 12 ആയ 12 അല്ലേ, ഡേ നമ്പർ 12. അപ്പൊ ഇന്ന് ഫൈനലി നമ്മൾ ശ്രീനഗറിൽ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, ഉറപ്പൊന്നുമില്ല. കാരണം അവിടെയൊക്കെ ചെറുതായിട്ട് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പൊ അവിടെ മഴ പെയ്യുന്നത് കൊണ്ട് ഇതുവരെ മണ്ണിടിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ചെളിക്കുണ്ട് കണക്കായി കിടക്കുകയാണ്. അപ്പം അത്യാവശ്യം റിസ്ക് ആണ് ഓട്ടിക്കാനായിട്ട്. നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിട്ട് റിസ്ക് ഫാക്ടർ എത്രയാണെന്ന് നോക്കിയിട്ടേ നമ്മൾ ബാക്കി ഫ്രണ്ടിലോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത് ആലോചിക്കുള്ളൂ കേട്ടോ. കുട്ടികളുണ്ടായത് കൊണ്ട് വലിയ റിസ്ക് ഒന്നും ഞാൻ എടുക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് ഈ മല ഇറങ്ങി മറ്റേ ടണലുമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ജോയിൻ ചെയ്യുമല്ലോ. അവിടെ നിന്ന് നമ്മൾ വീണ്ടും മറ്റേ NH44 പഴയണക്കാവെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ചെറുതായിട്ട് കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് പഴയ മെയിൻ റോഡാണ്. ഇപ്പോഴത്തെ മെയിൻ റോഡ് ടണൽ വഴിയാണ് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മല ഇറങ്ങി വന്ന സമയത്ത് നമുക്ക് ദൂരെ മഞ്ഞുമല കാണാൻ പറ്റിയിട്ടുണ്ട്. ഗുൽമർഗിൽ 2 ദിവസം മുന്നേ മഞ്ഞ് പെയ്ത്തുണ്ടായിരുന്നു എന്നറിയാൻ പറ്റി. അത് ഗുൽമർഗൊന്നും ആയിരിക്കത്തില്ല, എന്നാലും അത്യാവശ്യം ഹൈറ്റുള്ള നമ്മുടെ മൗണ്ടൻസിൽ, അത് ഏതോ ഒരു മൗണ്ടനിൽ നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യമായിട്ടാണ് മുകളില് ഒരു ആ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ലുക്കിംഗ് വെരി 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 നൈസ്. ഓക്കെ, ഈ ഒരു റോഡ് എന്ന് പറയുന്നത് വേറെ ട്രാഫിക് ഒന്നും ഇല്ല. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ആക്ച്വലി ആൾറെഡി പോയി. നമ്മളെ ഹോട്ടലിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ രാവിലെ ഒരു 6 മണിയായപ്പോഴേ ഇറങ്ങി അവർ പോയിട്ടുണ്ട്. ഈ കിടക്കുന്നത് നിങ്ങൾക്ക് വണ്ടികൾ കാണാൻ നേരത്ത് മനസ്സിലാവും. വലിയ വണ്ടികളൊന്നും ഇതുവരെ വിട്ടു തുടങ്ങിയിട്ടില്ല. ഇപ്പം പാസഞ്ചർ വണ്ടികളാണ് വിട്ടു തുടങ്ങിയിരിക്കുന്നത് മൊത്തം. പറ്റത്തില്ല. കണ്ണാടി അങ്ങ് തുറന്നിട്ടേ. എന്തോ സ്പീഡിലാണ് കയറി വന്നത്. കാരണം കുറ്റം പറയാൻ പറ്റത്തില്ല. ആ സ്പീഡിൽ കയറി വന്നു കഴിഞ്ഞാൽ ഈ മല മൊത്തം കയറി പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഗ്ലാസ് ചെറുതായിട്ട് അപ്പുറത്തെ വണ്ടിയിൽ തട്ടിയിട്ടുണ്ട്. മിക്കവാറും ഒരപ്പ് വരഞ്ഞു കാണും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതുവരെ ഒരു സ്ക്രാച്ചും വീണില്ല. ഒരു സ്ക്രാച്ചും വീഴാതെ ഒരു തവണയാണ് വണ്ടി അടി തട്ടിയത്. ഒറ്റ തവണ. അത് അമ്മാതിരി കുഴിയായിരുന്നു. അതുകൊണ്ട് മാത്രം, അല്ലാണ്ട് ഹമ്പല്ല മറ്റേ നമ്മളെ ഗൂഗിൾ ഏറ്റി വഴിയേറ്റിച്ച സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ നിന്ന് ഞാൻ അതുകൊണ്ട് ഈ സൈഡിലോട്ടൊന്ന് കാണിച്ചു കൊടുത്തോണ്ട് ചിലപ്പോ ക്യാമറയിൽ കിട്ടും. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുകളില് മഞ്ഞുള്ള മലകൾ കാണാൻ പറ്റും കേട്ടോ. അതെ, നോക്കിക്കാം, ചിലപ്പോ കാണാൻ പറ്റും. നിങ്ങളുടെ ഭാഗ്യം. അതെ, ഇല്ലെങ്കിൽ നമ്മള് കുറച്ചും കൂടെ വിസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ ചെന്നിട്ട് നല്ല രീതിക്ക് മഞ്ഞുണ്ട്. സൂപ്പർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം. ഓക്കെ, അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ഇതിന് നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്തോ ഇതാ നല്ല മഞ്ഞ് മലകള് കാണാം. ചിലപ്പോഴേ കാണാം. ക്യാമറയിൽ എത്രത്തോളം ദൂരം വിസിബിൾ ആണെന്നുള്ള കാര്യം അറിയത്തില്ല. അതെ, ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ട്രെയിൻ പോലെ കിടക്കുന്നില്ലേ ലോറികള്. നമ്മൾ വഴിയിൽ പെട്ട്, പക്ഷേ പെട്ടിരിക്കുന്ന ഇത്രയും നല്ലൊരു ലൊക്കേഷനിലായിട്ട് നമ്മൾ കുറ്റം പറയുന്നില്ല. മറ്റേ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലമില്ലേ, അവിടെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ അല്ല, ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഇവിടെ പോലീസുകാർ വണ്ടി ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്ററിന് അടുപ്പിച്ചിട്ടുള്ള ക്യൂ ഉണ്ട് ഇവിടെ നമ്മളെ വണ്ടി തുടക്കുന്ന. എന്തോ ഐസ് കാണിച്ചു കൊടുക്കും. പക്ഷെ ഇത് കാണത്തില്ല മക്കളെ, അങ്ങ് ദൂരെയല്ലേ ഇത്. ചെറുതായിട്ട് കാണാൻ പറ്റുമായിരിക്കും. വേണ്ടേ, ആ മലയുടെ മുകളിൽ ഇച്ചിരി മഞ്ഞുണ്ട്. ഇവിടെ ഒരു മഞ്ഞുണ്ട്, സൂക്ഷിച്ച് നോക്കൂ. കണ്ടാ മഞ്ഞുണ്ട് കേട്ടോ. പിന്നതേ ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ ഇപ്പം ഇത്തിരി ടെമ്പറേച്ചർ കുറവുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 14 ആ ഒരു ലെവലിലാണെന്ന് തോന്നുന്നു. നല്ല ടെമ്പറേച്ചർ വ്യത്യാസം തോന്നുന്നുണ്ട്. ഇപ്പം സ്വെറ്റർ മാത്രം മതി, തലയിൽ കെട്ടൊന്നും വേണ്ട, സെറ്റാണ്. അവിടെ നിന്ന് വണ്ടികൾ ഇപ്പം മുകളിലോട്ട് കയറ്റി വിടുന്നുണ്ട്. മിക്കവാറും വൺ സൈഡ് ഇങ്ങനെ കയറ്റി വിട്ടിട്ട് മറ്റടുത്ത് അടയ്ക്കാനുള്ള പ്ലാൻ ആയിരിക്കും. താഴെ നമ്മൾ ഇന്നലെ നിന്നില്ലേ, ഒരു ഫുഡ് കഴിക്കാനായിട്ട് സ്ഥലത്ത് നിന്നില്ലായിരുന്നോ. അപ്പം അവിടെ നിന്ന് വണ്ടികൾ കുറേശ്ശെ കയറ്റി വിടുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം മിക്കവാറും ഈ റോട്ടിൽ നിന്ന് വരുന്ന വണ്ടികൾ
കുറച്ച് കയറ്റി വിടും, എന്നിട്ട് ആ റോട്ടിൽ നിന്ന് വരുന്ന വണ്ടികൾ കുറച്ച് കയറ്റി വിടും. അങ്ങനെ മാറിയും തിരിഞ്ഞ് കയറ്റി വിടാനുള്ള പ്ലാനായിരിക്കും കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ, സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഓക്കെ, നമ്മളൊരു മെയിൻ ഹൈവേയിലോട്ട് ഒന്ന് മെർജ് ചെയ്തു. പക്ഷേ ഇവിടെയും നല്ല ബ്ലോക്കാണ്. നമ്മളെ വണ്ടി കിടക്കുന്ന പൊസിഷൻ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട. ഒരു എമർജൻസി വന്നു, ചെറുതായിട്ടൊന്ന് മൂത്രം അടിക്കണമായിരുന്നു എനിക്ക്. അതുകൊണ്ട് സൈഡ് പിടിച്ചതാണ്. ഇനി ഇതിനകത്തോട്ട് ഇങ്ങനെ തിരിച്ച് മെർജ് ചെയ്യുന്നതാണ് അറിയാൻ വയ്യാത്തത്. കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ നോക്കാം. ഇവിടെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഇതിലേക്കൂടെ ഇങ്ങോട്ട് വണ്ടി കയറി വരുന്ന വാട്ട്? ഇത് വണ്ടിയല്ലേ വരുന്ന? വൺ വേ ആണെന്ന് കരുതിയാണ് അല്ല, അവിടെ നിന്ന് താഴോട്ട് ഇറക്കാം. ആ ഭാഗത്തോട്ട് എത്തി. ആസ് യു ക്യാൻ സീ, നേരെ നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പീക്ക് കാണാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് പീക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തണുപ്പത്ത് ഐസ്ക്രീം വിൽക്കുന്ന ചേട്ടനോട് ഹായ്. വെള്ളമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. വെള്ളമല്ല, അവര് വെള്ളം എടുക്കാൻ പോയതാണ്. കുപ്പിയായിട്ട് വരുക. ഇപ്പൊ നല്ല സ്ട്രെയിറ്റ് നേരെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്നോ ഒക്കെ വന്ന മലകൾ കാണാം. അടിപൊളിയായിട്ടുണ്ട്. സെറ്റ് ചെറിയൊരു ട്രാഫിക്കിന്റെ ഇഷ്യൂ ഉണ്ടെന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ല. സമയമുണ്ട്, ഞങ്ങൾക്ക് ഒരു 3.5 മണിക്കൂറാണ് ശ്രീനഗർ എത്താൻ. ഈ ഒരു ട്രാഫിക് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവരത് കാണിക്കുന്നത്. അപ്പം ആവുമായിരിക്കും. അതിപ്പോ ഒരു 6 മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല, പ്രശ്നമില്ല. നമ്മൾ എത്തും, ഈവനിങ് കൊണ്ട് എത്തും. നമുക്ക് എത്തിയാ മതി. ഇവിടെയൊക്കെ നല്ലോണം മണ്ണിടിഞ്ഞ് കിടക്കുന്നു കേട്ടോ. ആരും പേടിക്കണ്ട, അടി വരഞ്ഞതാണ്, ആരും പേടിക്കണ്ട. നല്ല ചെളിയും വെള്ളമായിട്ടൊക്കെ ഇറങ്ങി കിടപ്പുണ്ട്. ആവുന്നുണ്ട് കേട്ടോ വണ്ടി, പക്ഷെ കുഴപ്പമില്ല. ടയറിന് അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ട്. പതിയെ പോയാ അതെ, നമ്മൾ പയ്യെ ഇറങ്ങി പോകുന്നുള്ളൂ. ഞാൻ ഗിയറിലാണ് പോണത്. ഞാൻ ബ്രേക്ക് വലുതായിട്ട് തൊടുന്നില്ല. ബ്രേക്ക് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പം സ്ലിപ്പ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. നല്ല ചെളിമണ്ണും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. ഇവിടെ ഒരു 2-3 സ്ഥലത്ത് നമ്മുടെ അടിയൊന്നും ഒരഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഇതിങ്ങനെ കല്ലും മണ്ണും ഒക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ട്. ഇതിനകത്തെ കല്ല് കിടക്കാൻ നേരത്ത് റിസ്ക് ആണ്. 2 സൈഡും അങ്ങ് താന്ന് പോകും ടയർ. എന്നിട്ട് നടുക്ക് ഭാഗം കൊണ്ട് കല്ലിൽ കയറി ഒരയും. പക്ഷെ അതൊക്കെ കുഴപ്പമില്ല, ഇതൊക്കെ ലൂസ് കല്ലുകളാണ്. അതുകൊണ്ട് ഒരഞ്ഞു കഴിഞ്ഞാലും റൗണ്ട് അടിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. വലിയ ഡാമേജ് ഒന്നും അണ്ടർ ബോഡിക്ക് വരത്തില്ല. എന്തായാലും തിരിച്ച് നാട്ടിലെത്താൻ നേരത്ത് അത്യാവശ്യം പണികളെ കാണും. അണ്ടർ ബോഡി എന്തായാലും ഒന്നും കൂടെ പെയിന്റ് ചെയ്യേണ്ടി വരും അത്യാവശ്യം. റോഡൊന്ന് ഒഴിഞ്ഞു. അപ്പൊ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ മെയിൻ ബ്ലോക്ക്. അവിടെയൊക്കെ നല്ല ചെളി. അല്ലല്ല, പക്ഷെ കുറച്ചും കൂടെ മുമ്പോട്ടാണ് കാണിച്ചത്. നമുക്ക് വീഡിയോയിലല്ല മാപ്പിൽ കാണിച്ചത് ഒരു 40-50 കിലോമീറ്റർ ഫ്രണ്ടിലോട്ടാണ്. പക്ഷെ ഇത് ഇവിടെയും ചിലപ്പോൾ ഇടിഞ്ഞാണ്. ഇവിടെ ചെറുതായിട്ട് ഇടിഞ്ഞതായിരിക്കും. എന്നാൽ എന്തായാലും അവിടെ നല്ല ചെളിയും മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് ഫ്രണ്ടിലോട്ട് വരുവാണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്താം. അതെ, ബ്രഞ്ച്. 11:30 ബ്രഞ്ച് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇന്ന് ബ്രഞ്ച് ആക്കാം. ബാക്കിൽ വരുന്ന വണ്ടികളൊക്കെ പറന്ന് വരുന്നുണ്ട്. നമുക്ക് സൈഡ് കൊടുക്കാം എല്ലാവർക്കും. അവരൊക്കെ കയറി പോകട്ടെ. കാരണം നമുക്ക് അത്യാവശ്യമില്ല, അവർക്ക് അത്യാവശ്യമുണ്ട്. അതെ അതെ അതെ. നമ്മള് അത്യാവശ്യം സ്ലോ ആയിട്ട് സേഫ് ആയിട്ടാണ് പോകുന്നത്. അപ്പം അത് കാണാൻ നേരത്ത് ചിലവർക്ക് ചെറിയൊരു ഇറിറ്റേഷൻ വരും. കാരണം അവര് ഈ സ്പീഡിലായിരിക്കൂല ഈ റോഡിൽ കൂടെ പോകുന്നത്. അവർക്ക് അറിയാവുന്ന റോഡൊക്കെ അല്ലേ. അപ്പൊ നമ്മളിവിടെ സ്ലോ ആയിട്ട് പോകാൻ നേരത്ത് ബാക്കിൽ വരുന്നവർക്ക് നല്ല ഇറിറ്റേറ്റ് ആവും. അതുകൊണ്ട് ബാക്കിൽ ഏതെങ്കിലും വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഒതുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒന്ന് ഒതുക്കി കൊടുക്കട്ടോ. ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഇടിഞ്ഞതാണോ മുന്നേ ഇടിഞ്ഞതാണോ എന്ന് അറിയത്തില്ല. ഇതിലെല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. വേണ്ടേ നമ്മുടെ പശു ക്രോസിങ്. നമുക്ക് അവരെ വലിയ ശല്യം ചെയ്യാതെ പതിയെ അങ്ങ് മാറി കൊടുക്കാം. ഇതോ ഫ്രണ്ടിൽ കുറെ ചെമ്മരിയാട് പോണു. അതുകൊണ്ട് കൂട്ടമായിട്ട് നടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാക്ക് വ്യൂ കുണുങ്ങി അല്ലേ? കറക്റ്റ് അല്ലേ? നല്ല കുണുക്കമുള്ള ആടുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒന്ന് അത്യാവശ്യമാണ്. ഇതിനകത്തൂടെയൊക്കെ 80-ലും 60-ലും 70-ലും ഒക്കെയാണ് പോകാൻ ശ്രമിക്കുന്നത്. അവിടെ 30-ഒക്കെയാണ് സ്പീഡ് ലിമിറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളി. വ്യൂ ഡിഫറെന്റ്. വളവ് കഴിയിട്ട് ചിലപ്പോൾ നല്ലൊരു വ്യൂ ആണ്. അത് സാർത്തി റോഡ്.
ബെനിഹാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് തോന്നുന്നല്ലേ. അല്ല ബെനിഹാൽ അല്ല, റംബാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലെ മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ് അറിഞ്ഞത്. അതിന് 8 കിലോമീറ്റർ. ചിലപ്പം ഈ ഏരിയനെ ഫുള്ള് റംബാൻ ആ സംഭവമായിരിക്കും പറയുന്നത്. എന്തായാലും നമ്മള് 2 സ്ഥലത്ത് ഇപ്പൊ ചെറുതായിട്ട് മണ്ണിടിഞ്ഞ് കിടക്കുന്ന കണ്ട്. കാരണം ഇവിടെയൊക്കെ കല്ല് വീണ് കിടപ്പുണ്ട് റോഡ് സൈഡിലൊക്കെ. ഇവിടെയൊക്കെ കല്ല് വീണ് കിടപ്പുണ്ട്. അങ്ങുഞ്ഞൊക്കെ നമുക്ക് വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മള് ട്രാഫിക്കിൽ കിടന്ന് അലമ്പിയതിന് ശേഷം നമ്മള് വണ്ടി ഒരിടത്ത് നിർത്തി ഫുഡ് കഴിക്കാനായിട്ട്. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്. ബട്ടർ ചേർത്ത മക്കാൻ കറിയും റൈസും കൂടെ ചേർത്ത നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ആ അതാണ് ബട്ടർ എന്ന് പറഞ്ഞത്. ബട്ടർ ചേർത്ത മക്കൻ കറി അല്ലേ, ബട്ടർ ചേർത്ത മക്കാനും അതിന്റെ റൈസ്. നമ്മുടെ ചുവന്ന പയറില്ലേ ആ സംഭവം തന്നെ വലുത്. പിള്ളേർക്ക് 2 പേർക്ക് ഇഷ്ടപ്പെട്ടു. വലിയ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. വലിയ കുട്ടിക്ക് ഇപ്പം റൊട്ടി പറഞ്ഞിട്ടുണ്ട്. വലിയ പയർ. ചെറിയ കുട്ടിക്കും ചപ്പാത്തി തരും. ഓക്കെ അപ്പം അതാ ബെടാതോത് ഓക്കെ. അപ്പം അവക്കുള്ളത് വന്ന് നല്ല ബട്ടർ റൊട്ടിയും ഉരുളക്കിഴങ്ങ് കറിയും കേട്ടോ. തരൂടാ, നിനക്ക് തരാണ്ടിരിക്കൂടാ. ഇത് അമ്മ ചുമ്മാ പറ്റിക്കാൻ പറയുന്നില്ലേ. ഓക്കെ അപ്പം ഫുഡ് കഴിച്ചിട്ട് റോട്ടി കാണാം. പണ്ടാരം ഒന്ന് കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും ബ്ലോക്കായെന്ന് തോന്നുന്നല്ലോ. എന്നാലും ഇതാണ് സംഭവം. വണ്ടി വരെ കിടപ്പുണ്ട്. വീണ്ടും ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. അദ്ദേഹം അങ്ങോട്ട് ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ടോ. കുഴപ്പമില്ലായിരിക്കും, പെട്ടെന്ന് എല്ലാം റെഡി ആവുമായിരിക്കും. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ട്രാഫിക് പെട്ടെന്ന് ക്ലിയർ ആയി കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും 2-3 സ്ഥലങ്ങളിൽ വീണ്ടും ചെറിയ ചെറിയ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ പാറ വീഴുന്നതിൻ്റെ വാർണിംഗ് സൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആസ് യു ക്യാൻ സീ ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മഞ്ഞുമലകളിൽ കാണാം. കുറച്ചും കൂടെ ബാക്കിലോട്ട് ഇരിക്കാൻ നേരത്തെ അടിപൊളിയായിട്ട് കാണാമായിരുന്നു. ആ റിവർ കാണിച്ചിട്ട് എൻ്റെ മുന്നേ എന്തോരം വെള്ളം, അതെ ഭയങ്കര വെള്ളം കേട്ടോ. ഇവിടെ താഴെ കൂടെ സൈഡിൽ കൂടെ ഒരു റിവർ പോകുന്നുണ്ട്. നല്ല കുത്തി ഒലിച്ച് പോകുന്നുണ്ട് വെള്ളം. നല്ല മടിയായിട്ടാണ് കിടക്കുന്നത്. അപ്പം റെയിൻ വാട്ടർ തന്നെ ആയിരിക്കും. ഓക്കെ അപ്പം നമ്മൾ നേരെ വിട്ടു പോവുകയാണ് ശ്രീനഗറിലേക്ക്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഒരു JCB കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ നിന്ന് മേളിൽ നിന്നെങ്ങാണ്ട് മണ്ണിടിഞ്ഞ് വീണോണ്ടിരുന്നതായിരുന്നു. ഈ സൈഡൊക്കെ നല്ല അത്യാവശ്യം റോഡിലോട്ടൊക്കെ ഇറങ്ങി ആ റോഡിൽ വരെ ഓവർടേക്ക് ചെയ്ത് കേറി വരുന്ന വണ്ടികളെയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. കോമൺ സെൻസ് എന്നൊരു സംഭവം. ഗ്യാപ്പ് കിട്ടിയാ മതി. എന്തോ അത്യാവശ്യപ്പെട്ട് ഫ്രണ്ടിൽ നേടാനുള്ളത് കണക്കാണ് പോണത്. ഇതൊക്കെ കണ്ടിട്ടായിരിക്കും മണ്ണ് വരെ ഇടിഞ്ഞ് ബ്ലോക്ക് ആക്കുന്നത്. വീണ്ടും നമുക്ക് മഞ്ഞുമലകൾ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് മഞ്ഞുമല ഇപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് കാണാം. നൈസ് വ്യൂ ആണ്. ഓക്കെ ഇതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം. ചെറിയ കുട്ടികൾ, പക്ഷെ ഇത് ചെറിയ കുട്ടിയല്ലെന്ന് തോന്നുന്നു. ഇത് അവരുടെയൊക്കെ അമ്മയായിരിക്കും എന്ന്. ചെറിയ ഈ കുഞ്ഞുങ്ങളെ, അതും എല്ലാം പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ പെൺകൊച്ചുങ്ങളെ വെച്ച് ഇവിടെ ഭിക്ഷാടനം, അതും വണ്ടിയിലിട്ട് തട്ടുക, എല്ലാ പരിപാടിയും ഉണ്ട്. നല്ല ഇറിറ്റേഷനാണ് സംഭവം. അത് കുഴപ്പമില്ല, നല്ല ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് പൈസ ചോദിക്കുന്നത്. ഇല്ല ഇല്ലെന്ന് പറഞ്ഞാലൊന്നും അവര് കേൾക്കൂല. ഗ്ലാസ്സിലിട്ട് കൊട്ടി ചില ആൾക്കാർക്ക് കാണുമ്പോ പാവം തോന്നും. ചെറിയ പിള്ളേരല്ലേ, കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവര് ഇത് ഇറങ്ങത്തില്ലല്ലോ. ഒരു സൈഡിൽ കൺസ്ട്രക്ഷന്റെ പണികൾ. അയ്യോ, ഒരു മുട്ടൻ ഓഫ് റോഡിങ് കഴിഞ്ഞതേ ഉള്ളൂ.
ക്രോസിംഗ് ഉണ്ടായിരുന്നു. രണ്ടും വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഇപ്പുറത്ത് വന്നിരിക്കുകയാണ്. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. പലയിടത്തും കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, പലയിടത്തും ക്ലീനിങ് നടക്കുകയാണ് മണ്ണിടിഞ്ഞതിൻ്റെ. പിന്നെ കുറേ സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ടണലിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പൊളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആണ്. ആ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്യായ വ്യൂ ആണ്. അതെ, അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, എനിക്ക് നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് എൻജോയ് ചെയ്യാം, അതായിരിക്കും നല്ലത്. എന്തായാലും കൊള്ളാം, നൈസ് എക്സ്പീരിയൻസ്. നമ്മള് അതെ, ഈ സൈഡിലോട്ട് ഭയങ്കര ക്ലിഫാണ് കേട്ടോ. നമ്മുടെ ഈ ഇടത് സൈഡിലോട്ട് നല്ല കുഴിയാണ്. ഇന്ന് താഴെ എന്തൊക്കെയോ ബിൽഡിങ് കാണാനും പറ്റുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഇതാ പറ. അവിടെ റോഡിന്റെ കുറുക്കെ ഇങ്ങനെ വെള്ളം പോകുന്നല്ലേ. നമ്മള് എത്രയും ദിവസമായിട്ട് ലാൻസറിനെ കുളിപ്പിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയായിരുന്നല്ലേ. ഇതാ ടയർ മാത്രമേ കുളിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ല, ലാൻസറിന്റെ കാലൊന്ന് കഴുകി, അല്ല നമ്മള് കുളിപ്പിച്ചില്ല. നമ്മള് കണ്ണാടി കഴുകി കൊടുത്തതേ ഉള്ളൂടാ. മുഖവും കഴുകി കാലും കഴുകി. ലാൻസറിനെ ഇനി മൊത്തത്തിൽ നമുക്ക് കുളിപ്പിക്കണം അല്ലേ. ഇതാ സൈഡിലൊക്കെ നോക്കിയാണ് കണ്ടത്. നമുക്ക് രണ്ടും കൂടെ കുളിപ്പിക്കും. ഓക്കെ, നമുക്ക് 3 പേരും കൂടെ അതൊക്കെ പഠിക്കണ്ടേ, ഇങ്ങനെയല്ലേ പഠിക്കണം. ചവിട്ടി ക്ഷീണിച്ച്. അന്യായ ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ അന്യായ ഓഫ് റോഡിങ്. പിന്നെ ഇപ്പോൾ ഒരു ടണൽ കയറിയായിരുന്നു. ഫുള്ള് ഡാർക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ഡാർക്ക്. അകത്ത് വെട്ടമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫോഗ് ലൈറ്റൊക്കെ ഇട്ടാണ് വന്നത്. എന്നിട്ടും നമ്മുടെ മറ്റേ എക്സ്ട്രാ ലൈറ്റും എമർജൻസി ലൈറ്റും എല്ലാം ഇട്ടിട്ടാണ് അകത്തൊന്നും കാണാൻ പറ്റിയത്. കാരണം ഭയങ്കര പൊടിയും കൂടെ. അപ്പോൾ ഭയങ്കര വിസിബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. എന്നാലും നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയിരുന്നു. ഫ്രണ്ടിലുള്ള വണ്ടിക്ക് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലങ്ങ് പോയി. അപ്പോഴത്തേക്ക് റിസ്ക് ഫാക്ടർ ഇത്തിരി കുറയുമല്ലോ. എന്തായാലും വീണ്ടും കുറേ ദൂരം കൂടെ ഇതേ കണക്കത്തെ ട്രാഫിക് ഉണ്ടാവാനാണ് സാധ്യത കേട്ടോ. നല്ല മാപ്പിൽ ഫുള്ള് എല്ലാം മഞ്ഞ കളറിലാണ് കിടക്കുന്നത്.
നല്ല ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു റോഡിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള മലനിരകളൊക്കെ നമുക്ക് നല്ല രീതിക്ക് കാണാനും പറ്റുന്നുണ്ട്. ഫാസ്ടാഗിന്റെ പരസ്യങ്ങളും വന്നിട്ടുണ്ട്, ഹോട്ടലുകളിലും വന്നിട്ടുണ്ട്. ഓക്കേ, ഈ സൈഡിൽ ഇപ്പുറ സൈഡിൽ മഞ്ഞ്, ഒരു സൈഡിൽ മഞ്ഞുണ്ട് കേട്ടോ, ഒരു സൈഡിൽ മഞ്ഞുണ്ട്, ആ സൈഡിൽ മഞ്ഞുണ്ട്, നടുക്ക് നല്ല തരിശ് ഭൂമി കണക്ക് കുറെ സംഭവങ്ങൾ കിടപ്പുണ്ട്. ഇനി ഇവിടെ നിന്ന് 90 കിലോമീറ്റർ 1.25 മണിക്കൂറാണ് ശ്രീനഗർ കാണിക്കുന്നത്. ഓക്കേ, നമ്മളൊരു മുട്ടൻ ടണലിൽ കയറാൻ പോവുകയാണ്. ഈ ടണലിന്റെ ലെങ്ത് 8.5 കിലോമീറ്റർ, 8.5 കിലോമീറ്റർ ഉള്ള ടണല്. പൊളി. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നമ്മുടെ എടുത്ത് വെക്കാനുള്ള സമയം കിട്ടിയില്ല, നമ്മുടെ 360 ക്യാമറ എടുത്ത് വെക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് തത്കാലം ഈ ഒരു വിഷ്വൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 8.5 കിലോമീറ്റർ നമുക്ക് ഇത് കണക്ക് ജോളിയായിട്ട് നൈസ്. പട്നി ടോപ്പിൽ പോയത് കൊണ്ട് നമ്മൾ മിസ് ചെയ്തത് ഇതുപോലൊരു ടണലായിരുന്നു. എന്തായാലും ആ മിസ്സിങ് അങ്ങ് മാറി കിട്ടി. ദേ അവിടെ ഒരു വെട്ടം കാണുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എത്താറായതേ ഉള്ളൂ. ഈ ടണൽ ഇതേ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. 2-3 സ്ഥലങ്ങളിൽ ഇതുണ്ടായിരുന്നു കേട്ടോ, എന്തോ മറ്റേ കോൺസ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ അല്ല മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തും, ഇപ്പം പൊട്ടിക്കും, മാവ ഇപ്പൊ ഉറങ്ങും, ക്യാമറമാൻ ഇപ്പൊ ഉറങ്ങും. ആടി അടിയിരിക്കുന്നു. ഓക്കെ എത്താറായി. മാവേ ഒരു 5 മിനിറ്റ് കൂടെ കൺട്രോൾ യുവർ സെൽഫ്. 5 മിനിറ്റ് കൂടെ ഇത് വേണ്ടതായി എത്തി. നമ്മളങ്ങനെ ടണലിന്റെ പുറത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ മുന്നോ അതെ, വെട്ടം കൂടിയതുപോലെ അയ്യോ, ടണലിൽ കയറി ഇപ്പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവന്മാരാണ് സീൻ. അടച്ചോ. ഇപ്പോ ഇതിന്റെ ലുക്കൊക്കെ കണ്ടിട്ട് ഒരു ശ്രീനഗർ വാലി, ഒരു കാശ്മീർ വാലിയിലൂടെയൊക്കെ പോകുന്ന ഒരു ഫീലുണ്ട്. നല്ല എന്താ ലുക്കല്ലേ, നല്ല 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 നിരന്ന് കിടക്കുന്ന പാടശേഖരങ്ങൾ, ചുറ്റും മലനിരകൾ, നേരെ ഫ്രണ്ടിൽ മഞ്ഞില്ലാത്ത മല, കുറച്ച് വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞുള്ള മല, പുറക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞുള്ള മല, അങ്ങനെ മൊത്തത്തിൽ വൈബ് സ്ഥലമാണ്. ഇത്രയും നേരം നല്ല റോഡായിരുന്നേ, വീണ്ടും ചെറിയൊരു ഹമ്പിലേക്ക് വന്നു. കുഴപ്പമില്ല, എൻ്റെ ഫ്രണ്ടിലോട്ട് വീണ്ടും നല്ല റോഡ് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങോട്ടും ഇപ്പം നമ്മൾ വഴിക്ക് വെച്ചിട്ട് കുറച്ച് ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു രസീത് വഴി എഴുതി തന്നിട്ടുണ്ട് 2000 രൂപയുടെ. ജമ്മു കാശ്മീരിന്റെ വികസന ഫണ്ടിലേക്ക് നമ്മൾ 2000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് 1-2 സ്ഥലങ്ങളിൽ മാത്രമേ കുഴപ്പമുള്ളൂ, ബാക്കി എല്ലായിടത്തും പക്ക ക്ലീനാണ്, റോഡൊക്കെ സൂപ്പറാണ്, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണോ എല്ലാവരും പറഞ്ഞ ഭൂമിയിലെ സ്വർഗം? ആണോ തോന്നില്ലേ? എന്താ വൈബ്. കുറച്ച് മഞ്ഞും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു അല്ലേ? എന്നാലും വൈബിന് ഒരു കുറവില്ല കേട്ടോ, ആവശ്യത്തിന് വൈബുണ്ട്. നമ്മളെ ഇവിടെ വരുമ്പോഴേ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം അതാണല്ലോ. അതെ, മഞ്ഞ് ഇത് കുറെ നേരം കൊണ്ട് ചോദിക്കുന്നു, കാശ്മീർ എത്തിയാച്ചാ മഞ്ഞെന്തിയേ? അപ്പൊ അവരുടെ പിക്ചറിലുള്ള കാശ്മീർ എന്ന് പറയുന്നത് മഞ്ഞുള്ള കാശ്മീരാണ്. പക്ഷെ ഇത്തവണ കാണുമെന്ന് അറിയത്തില്ല, നമുക്ക് ഗുൽമാർഗിൽ പോയി നോക്കാം. എവിടെയെങ്കിലും പോയി ഇച്ചിരിയെങ്കിലും മഞ്ഞ് അവന്റെ കൈ കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കാണത്തില്ല. കാരണം തിരിച്ചു പോകാൻ നാട്ടിൽ പോയി പറയും നമ്മള് കാശ്മീർ എന്ന് പറഞ്ഞവരെ പറ്റിച്ചു. അതെ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ നാട്ടിൽ നിന്ന് മറ്റേ ഫുൾ ഓർഡർ എടുത്തിട്ട് വന്നിരിക്കും എല്ലാരും മഞ്ഞ് കൊണ്ടുവരാൻ. വളരെ മനോഹരമായ കാശ്മീർ താഴ്വരയിലൂടെയും ഇതിലൂടെയൊക്കെ വാഹനം ഓടിച്ച് നമ്മൾ അങ്ങനെ അവസാനം കാശ്മീരിലെ ഡാൽ ലേക്കിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ നാട് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാൽ ലേക്ക് കാണാം. നമ്മൾ ഒരു റൂം തപ്പി കുറച്ചൊന്ന് കറങ്ങാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഇതിന്റെ വെളിയിലുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, പക്ഷെ അവിടെയൊക്കെ നല്ല റേറ്റാണ്. മുണ്ടി കാണിക്കരുത്, നല്ല റേറ്റാണ്. അപ്പം കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ സ്ഥലം എവിടെയെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം.
ഒരു മലയാളി പുള്ളിക്കാരൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്, പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ട്. അപ്പം പുള്ളി റെഡിയാക്കി തരുമെങ്കിൽ അതും ശരിയാക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കും. ചോദിച്ചു പോവാം. നമ്മള് ചോദിച്ചു പോകും. ഓക്കെ, നമ്മള് ആ കോണ്ടാക്ട് നമ്പറിൽ ഷെയർ ചെയ്തില്ലേ, അവന്മാരൊരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് അവർക്ക്. നമുക്ക് ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് അകത്തോട്ട് പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. ഈ ഡാൽ ലേക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എന്തായാലും നമ്മളിത് ഡാൽ ലേക്കിൽ ഇറങ്ങി കുറേ അങ്ങ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, ചുമ്മാ ഒരു രസം. എന്നിട്ടിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വന്ന വഴിയിൽ തന്നെയായിരുന്നു ഈ ഒരു സംഭവം. ഗേറ്റ് 1-ൻ്റെ അടുത്ത് ഗേറ്റ് 1 എന്നാണ് പറഞ്ഞത്, പക്ഷെ ഗാട്ട് 1 എന്നാണ് അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. എന്തിനാണ് നോക്കാം. എന്തായാലും ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സീൻ, ഈ റൂട്ടും അടിപൊളി, സീനിക്ക് പൊളി, രക്ഷയില്ല. എന്തായാലും അങ്ങ് എത്തിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ദാൽ ലേക്ക് അവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളക്കെട്ട് കാണാം, അത് ദാൽ ലേക്കാണ്. അപ്പോൾ ദാൽ ലേക്കിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. റൂമൊക്കെ സെറ്റായി നമ്മൾ കയറി ഉടുപ്പുകളെല്ലാം അടിക്ക് പറയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയും നാളത്തെ ദിവസത്തെ ഡ്രസ്സുകളില്ലേ, അപ്പം കുറേയൊക്കെ കഴുകാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോർട്ടിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ കഴുകാൻ കൊടുക്കണം എന്നുള്ളതാണ് പ്ലാൻ. ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, റെസ്റ്റാണ്. ഇന്ന് റെസ്റ്റ് ഡേ ആണ്. നാളെ ആയിരിക്കും ബാക്കി പരിപാടികളൊക്കെ. പ്രോപ്പർട്ടിയിലെ കൂടുതൽ ഡീറ്റെയിൽസും പിന്നെ നാളത്തെ പരിപാടി എന്തിനാന്നുള്ളതെല്ലാം നാളത്തെ എപ്പിസോഡിൽ പറയാം കേട്ടോ. ഭയങ്കര ടയർഡുണ്ട്, കാരണം ഇന്നത്തെ ഡ്രൈവ് ഇത്തിരി പാടായിരുന്നു. ഒരുപാട് കുലുങ്ങി. 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് ഞങ്ങൾ 10 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ട്രാഫിക് മാത്രമല്ല, റോഡിൻ്റെ കണ്ടീഷൻസും. അപ്പം അതുകൊണ്ട് ഒന്ന് നടുനിവർത്തി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. എല്ലാവരെയും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. ഇതാ ബൈ. ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മിലിറ്ററി വണ്ടി നല്ല പട്ടാളക്കാര്. ഇതാ ഇറങ്ങി നോക്ക്.